പി സുരേന്ദ്രന്റെ തായ്വേര് എന്ന ചെറുകഥയിലെ ഒരു വരിയുണ്ട്. അതിങ്ങനെയാണ്: ആനയ്ക്ക് ഹിന്ദു പേര് മാത്രം ഇടുന്നത് എന്തുകൊണ്ടാണാവോ? നസ്രാണി പോറ്റതാണെങ്കിലും കേശവൻകുട്ടി, ഗോപാലൻകുട്ടി, അച്യുതൻകുട്ടി എന്നൊക്കെയല്ലേ പേരിടാൻ പറ്റൂ. തടിപിടിക്കൽ മാത്രമല്ലല്ലോ, അമ്പലത്തിലും കൊണ്ടുപോകണ്ടേ. തോമസ് കുട്ടി, ഇബ്രാഹിം കുട്ടി എന്നൊക്കെ പേരിട്ടാൽ അമ്പലത്തിൽ കടത്തില്ലല്ലോ. അതൊക്കെ നമ്മക്കല്ലേ ഉള്ളൂ. ആനയ്ക്കെന്ത് മതം? മതമല്ലേ ഉള്ളൂ. അല്ല, ഇന്നത്തെ കാലത്ത് മതവും തമ്മിൽ എന്താണ് വ്യത്യാസം? മുഖമടച്ചൊരടി കിട്ടിയതുപോലെയായില്ലേ നമ്മുടെ തീവ്രവാദങ്ങൾക്ക്. സത്യത്തിൽ നാം ഇപ്പോൾ എന്താണ് പ്രസരിപ്പിക്കുന്നത്? കരുണ, സ്നേഹം, ആർദ്രത എന്നതൊക്കെ പ്രസ്ഥാനങ്ങളുടെ പേരുകളാവുകയും അത്തരമിടങ്ങളിൽ അല്പം പണം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെന്റുകൾ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇതിൽ പരം എന്ത് പ്രതീക്ഷിക്കാനാണല്ലേ? കൗടില്യത്തിൽ നിന്ന് കാരുണ്യത്തിലേക്ക് തിരികെ പോകാനുള്ള വാത്മീകമാണ് നോമ്പ്. സൂര്യനെ പോലെ ഒരു ജീവിതമൊക്കെ എന്നാണ് ഭായി സാധ്യമാവുക? ശത്രുമിത്ര ഭേദമന്യേ എന്നും പ്രകാശം പരത്തി ഉദിച്ചുയരാൻ നമുക്കിനി കഴിയുമോ? ക്ലാവ് പിടിച്ച മൗഢ്യതർക്കങ്ങളും ഇരുട്ട് പൊതിഞ്ഞ വിചാരങ്ങളും കൊണ്ട് എത്ര കാലമാണ് ഇനി നായകന്മാരായി തുടരുക? നോമ്പിലൊന്ന് മുങ്ങി നിവരാം. ചൂടുപിടിച്ച വാഗ്വാദങ്ങൾക്കൊരു ശമനമുണ്ടാവട്ടെ. അനുതാപത്തിന്റെ കണ്ണുനീർ കൊണ്ട് ഹൃദയം കഴുകുക. ചിലപ്പോൾ അയൽക്കാരന് കൊടുക്കണമെന്ന് ക്രിസ്തു പറഞ്ഞ ഇടം അതിനുള്ളിൽ അപ്പോൾ കണ്ടെത്താനായേക്കും. ഹൃദയത്തിൽ വല്ലാതെ അഴുക്ക് നിറഞ്ഞു പോയതുകൊണ്ടാവും എന്റെ അയൽക്കാരൻ ഇപ്പോഴും പുറത്തു നിൽക്കേണ്ടി വരിക. യെശയ്യാവിന്റെ പ്രവചനമോർത്താൽ ഭയം തോന്നും. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങളിന്ന് നോമ്പ് നോൽക്കുന്നത്. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താൽപര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിലുദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രകാശത്തിന്റെ നാഥനായ നിന്നോടുകൂടി ഞങ്ങൾ നിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുകയും അതിൽ തെളിവായി നടത്തപ്പെടുകയും ചെയ്യണമേ. ആമേൻ. ആദരവോടെ സഖ്യർ.